എന്റെ ഇച്ഛായ, സ്കൂൾ അടച്ച് നോമ്പ് തീരാൻ ഇനി എത്ര മാസം കിടക്കുന്നു? നമുക്ക് അതുവരെ കാര്യങ്ങൾ നീട്ടണോ? ദാ കല്യാണമേ വേണ്ടാന്ന് പറഞ്ഞ് ചുമ്മാ ജാട കാണിച്ചിട്ട് ഇനി അതങ്ങ് വേഗം നടത്താൻ പറയാൻ നോക്കൂ. പിന്നെ നോമ്പ് നോറ്റ് കാത്തിരിക്കുന്നതിൽ ഒരു സുഖമൊക്കെ ഇല്ലടാ സലീം. നമ്മുടെ നാട്ടിൽ ഏതാടാ ബെൻസ്? 2-3 ദിവസം അവന്മാരുടെ കറങ്ങാൻ തുടങ്ങിയിട്ട്. അത് കൊച്ചിയിലുള്ള ടീമാ. PK ഗ്രൂപ്പ് എന്ന് പറഞ്ഞ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഓഫീസ് തുടങ്ങിയിട്ടുണ്ട്. PK ഗ്രൂപ്പ് അതാടാ? ആർക്കറിയാം. PK ഗ്രൂപ്പ്. എന്നെങ്കിലും ആട്ടെ. ആ മുറുക്കാന്റെ കാശ് കൊടുത്ത് വേഗം വാ. ഓ, എല്ലായിടത്തും വെക്കടാ. നമസ്കാരം കുട്ടപ്പായി. യാതൊരു ഉളുപ്പുമില്ലാതെ ഇങ്ങോട്ട് കയറി വരാൻ തനിക്ക് എങ്ങനെ ധൈര്യം വന്നോ? എന്റെ കൈമേത്ത് വീഴുന്നതിന് മുമ്പ് പൊക്കോണം. കുട്ടപ്പായി, ശത്രു ആയാലും ഉമ്മറത്ത് കയറി വരുന്നവരെ അപമാനിക്കരുന്ന് അപ്പം പറയാറില്ലേ? വലിയ മുതലാളി അകത്തുണ്ട്. അല്ല, ഇതാര്? ആയിരങ്ങളുടെ അനിഷേധ്യ നേതാവ് വടക്കേത്തല ശിവദാസനോ? വലിയ വലിയ നേതാക്കന്മാര് തേവക്കാട്ടെ പടിയൊക്കെ കേറുവോ? അത് പിന്നെ കാഴ്ചക്കള മുന്നിൽ വെക്കടാ. ഓ, തെറ്റുകൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്, മുതലാളി പൊറുക്കണം. പണ്ട് ഒരോളത്തിന്റെ അന്ന് ഇതുപോലെ കാഴ്ചയും വെച്ച് നിന്റെ അച്ഛൻ പുലുക്കണ്ടത്ത് പോലെ ഒരു സങ്കടം പറഞ്ഞു. 16കാരനായ നിനക്ക് എന്നാങ്കിലും ഒരു ജോലി തരപ്പെടുത്തണമെന്ന്. അങ്ങനെ TS നമ്പർ 42 ഈ കാല് തൊട്ട് വന്നിച്ച് നീ അങ്ങ് കള്ളലക്കാൻ കേറി. പിന്നെ വളർന്നപ്പോ പലപ്പോഴും ആ കാല് തന്നെ നീ വാരി, എടോ മൂപ്പിന്നേ, തന്നെ ഞാൻ കണ്ടോളാം എന്ന് വരെ പറഞ്ഞു നീ. പഴയതൊക്കെ പറഞ്ഞ് മുതലാളി എന്നെ വിഷമിപ്പിക്കരുത്. സത്യം പറഞ്ഞ കുറ്റബോധം കൊണ്ട് അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. ഈ ഒടുക്കത്തെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് കൊണ്ട് അവന്മാര് പറഞ്ഞത് പലപ്പോഴും എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. രാഷ്ട്രീയക്കാർ പറഞ്ഞിട്ടാണോടാ പന്നെ പാലക്കല വഴിവെട്ട് കേസിൽ നീ ഞങ്ങൾക്കെതിരായിട്ട് കള്ളസാക്ഷി പറഞ്ഞേ? നിന്റെ ഈ പീറത്തടി ഇവിടുത്തെ ചോറാന്ന് മറന്നിട്ടാ തേവക്കാട്ടുകാർക്കെതിരെ ഈ നിയോജക മണ്ഡലത്തിൽ നീ മത്സരിച്ചത്. മത്സരിച്ചെങ്കിൽ എന്താ, ഞാൻ തോറ്റെന്നില്ല കുട്ടപ്പായി. ഓ, നീ തോറ്റെന്നല്ലയോ? ദേവര അലക്കലക്കലുണ്ടല്ലേ? ഡാ, തേവക്കാട്ടുകാർ നിർത്തുന്ന സ്ഥാനാർത്ഥിക്കെതിരെ നിന്ന് ഇവിടെ ഒരുത്തനും ജയിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. വടക്കേത്തല ശിവദാസനല്ല, നിന്റെ അപ്പൻ പുലിക്കണ്ടത്ത് കോരമെന്ന് നിന്നാലും ജയിക്കുകയല്ല. മുതലാളി, ചത്തുപോയ എന്റെ അച്ഛന് പറയുന്നത് കേട്ടില്ലേ? ഈ കുട്ടപ്പായുടെ ഓരോ കുസർ. അവന്റെ കൈ വീഴുന്നതിന് മുമ്പ് വന്ന കാര്യം പറഞ്ഞേച്ച് നീ പോകാൻ നോക്ക് ശിവ. അവിടത്തേക്ക് അറിയാലോ, ആണായിട്ടും പെണ്ണായിട്ടും എനിക്ക് ആകെ ഉള്ളതൊരു മോള. നല്ലൊരു കാര്യം വന്ന് ഏതാണ്ടൊക്കെ ഉറപ്പിച്ചു വെച്ചിരിക്കുക. ചിങ്ങത്തിൽ അതങ്ങ് നടത്തണമെന്നുണ്ട്. പക്ഷെ ഒരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിലേ ഈ കല്യാണം നടക്കത്തുള്ളൂ. ഉള്ളതൊക്കെ പണയപ്പെടുത്തി ഇച്ചിരി കാശുണ്ടാക്കി ഇപ്രാവശ്യം ഫോറിൻ ലിക്കറിന്റെ ടെൻഡറിനെ വെച്ചാ കൊള്ളാം. ഇപ്രാവശ്യം എനിക്കതൊന്ന് വിട്ടു തന്നൂടെ? കൊള്ളാം. 25 വർഷമായിട്ട് തേവക്കാട്ടുകാർ പിടിക്കുന്ന FLW 116 കൈമണിയായി 2 നേന്ത്രക്കൊല. നിന്റെ ബുദ്ധി കൊള്ളാം. ഇതാ ഒരു കുഴപ്പം. അറിയാതെ ചെയ്താ നന്ദി കിടന്ന് പറയും, യാചിക്കാൻ വന്ന ഇതുപോലെ കളിയാക്കുകയും ചെയ്യും. നീ ടെൻഡർ വെക്കുകയോ വിളിക്കുകയോ എല്ലാം വേണേലും ചെയ്തോ, വിട്ടുതരണോ വേണ്ടായോ എന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. അയ്യോ, വലിയ മുതലാളിയോട് മത്സരിക്കാനോ? ഞാനോ? നന്ദികേട് കാണിക്കത്തില്ല വടക്കത്തില്ല. പെങ്കൊച്ചിന്റെ കല്യാണക്കാരൻ ആയതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു പോയതാ. വേണ്ട, ഞാൻ വിളിക്കുന്നില്ല. അവിടുന്ന് ഒരു 10 ലക്ഷം രൂപ തന്നാ ഞാനങ്ങ് മാറിയേക്കാം. അപ്പന്റെ മുമ്പിൽ നിന്ന് വില പേശുന്ന ഇറങ്ങി പോടാ പന്ന. വേണ്ട, തേവക്കാട്ട് വന്ന് കൈനീട്ടിയ വാരിക്കൊരു തരുന്ന് കേട്ടിട്ടുണ്ട്. വലിയ കള്ളുകച്ചവടക്കാരനാണെന്നും വേണ്ടിയിട്ടില്ല. എന്റെ മോളുടെ കല്യാണക്കാരെ ആലോചിച്ചപ്പോ അങ്ങനെ പലരും ചിന്തിച്ചതേ ഉള്ളൂ. എന്റെ മോളുടെ കല്യാണം മുടങ്ങിക്കോട്ടെ, എനിക്കൊന്നും വേണ്ട. ഇനി ഈ കാര്യം പറഞ്ഞ് ഞാൻ മുറ്റത്ത് വരത്തുമില്ല. ഞാൻ പോവാ മുതലാളി. നിക്കടാ അവിടെ. നിന്റെ ടെൻഡർ പേടിച്ചിട്ടോ കള്ളക്കണ്ണീര് കണ്ടിട്ടോ ഒന്നുമല്ല, ഒരു പെങ്കൊച്ചിന്റെ കാര്യമായതുകൊണ്ടാ. എടാ കുട്ടപ്പായി, ഓ, ആ മൂന്നാറിൽ വന്നതിന് ഒരു 2 ലക്ഷം എടുത്ത് കൊടുത്തേര്. അപ്പ ഇവൻ പോട്ടടാ. FLW 116 ലേലം ആരംഭിക്കുകയാണ്. ഓഫ്സെറ്റ് പ്രൈസ് 50 ലക്ഷം രൂപ. തേവക്കാട്ട് 75 ലക്ഷം രൂപ. FLW 116 തേവക്കാട്ട് 75 ലക്ഷം രൂപ. 75 ലക്ഷം രൂപ. 75 ലക്ഷം രൂപ. വടക്കേത്തല ശിവദാസ് 1 കോടി. വടക്കേത്തല ശിവദാസ് 1 കോടി രൂപ. 1 കോടി രൂപ. 1 കോടി രൂപ. 1 കോടി രൂപ. വടക്കേത്തല ശിവദാസ് 1 കോടി രൂപ. 1 കോടി 25 ലക്ഷം രൂപ. തേവക്കാട്ട് 1 കോടി 25 ലക്ഷം രൂപ. 1 കോടി 50 ലക്ഷം. ഹലോ,
ഉണ്ടല്ലോ, കൊടുക്കാം. ഈ ചായ ക്ലീറ്റസ് ആണ്. എന്നാടാ കുട്ടപ്പായി ചായ ലേലം നമുക്ക് പിടിക്കാൻ പറ്റും തോന്നണില്ല. എന്നാടാ നീ പറയുന്നേ? ആ വടക്കേത്തിലെ ശിവദാസ് ചതിച്ച ചായ. 1,75,00,000. തേവക്കാട്ട് 1,75,00,000 രൂപ. 2 കോടി. വടക്കേത്തല 2 കോടി രൂപ. 2,10,00,000. തേവക്കാട്ട് 2,10,00,000 രൂപ. 2,50,00,000. വടക്കേത്തല 2,50,00,000 രൂപ. വടക്കേത്തല 2,50,00,000 രൂപ. വടക്കേത്തല 2,50,00,000 രൂപ. വേണ്ട, വിട്ടുകൊടുത്തേ. അവന്റെ പിന്നിൽ ആരോ ഉണ്ട്. വടക്കേത്തല 2,50,00,000 രൂപ. 2,50,00,000 ഒരു തരം. വടക്കേത്തല ശിവദാസ് 2,50,00,000 രൂപ. 2,50,00,000 രൂപ. 2,50,00,000 രണ്ട് തരം. 2,50,00,000 രൂപ. 2,50,00,000 രൂപ. 2,50,00,000 രൂപ. 2,50,00,000 കോടി രൂപ. ലേലം ഉറപ്പിക്കാൻ പോകുന്നു. വടക്കേത്തല 2,50,00,000 മൂന്ന് തരം. അവൻ ചതിക്കുമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അപ്പാ. എടാ പൊന്ന കുട്ടപ്പായി, വേണ്ട. എണീക്കടോ. അയ്യോ, ഇതാരൊക്കെയാ? തേവക്കാട്ട് മുതലാളിമാരാ? നിങ്ങൾ വരുമെന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ ആളെ വിടില്ലായിരുന്നല്ലോ. എന്തായാലും വടക്കേത്തലേ, ലേലം പിടിച്ചോ? നമ്മൾ പിടിച്ചു മുതലാളി. താൻ എന്ത് മറ്റേടത്ത പടിയോടോ കാണിച്ചത്? തേവക്കാട്ടുകാരോട് മത്സരിക്കാൻ ഈ പാവപ്പെട്ട PK ഗ്രൂപ്പുകാരെ കൊണ്ട് പറ്റുവോടോ? മുതലാളി ക്ഷമിക്കണം, അവൻ ആളറിയാതെ അങ്ങ് ഉറപ്പിച്ചതാ. അല്ലെങ്കിൽ 10-25 വർഷമായിട്ട് നിങ്ങൾ പിടിക്കുന്ന ബ്രാൻഡിൽ കയറി പിടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിക്കണം നിപ്പ് കണ്ടില്ലേ കഴുത. മേലിൽ എന്റെ കൺവെട്ടത് കണ്ടുപോരുത്. പോരെ മുതലാളി? എന്നതാ ഈ ചങ്ങാതിയുടെ പേര്? അയ്യോ, അലോഷിന്നാണേ. അയ്യോ എന്ന് പറഞ്ഞത് ഇനിഷ്യലാണോ? ആ, എന്നെങ്കിലും ആട്ടെ. ഏതായാലും പ്രകടനമൊക്കെ വളരെ നന്നായിട്ടുണ്ട്. തേവക്കാട്ടുകാർക്ക് FLW 116 പോയാ ആനയുടെ വാലിന്റെ അറ്റത്തെ ഒരു രോമം, അത്രേ ഉള്ളൂ. പക്ഷെ ആ രോമം കൈ കിട്ടിയെന്ന് കരുതി ഒരുമാതിരി ആളെ ആക്കിയിട്ടുള്ള നിന്റെ ഈ പ്രകടനം ഉണ്ടല്ലോ, അത് എന്റെ മറ്റടുത്ത 3ാം ക്ലാസ്സിലെ പിള്ളേർക്ക് മോണോ ആക്റ്റായി പറഞ്ഞു കൊടുത്തേച്ചാ മതി കേട്ടോടാ. അയ്യോ അലോഷി. അപ്പം വാ. ഈശ്വര, അവനിത് എന്ത് ചതിയാ കാണിച്ചേ? എത്ര കാലമായി നമ്മൾ പിടിച്ചോണ്ടിരുന്ന ലേലവാമാര് പിടിച്ചത്? മഹാ നാണക്കേടായി പോയി. PK ഗ്രൂപ്പുകാർ അത്ര പണം നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ തുക കയറ്റി വിളിക്കാൻ ചെന്ന ജനസംസാരം. ലേലം പിടിച്ചതുകൊണ്ട് മാത്രം എല്ലാം തീർന്നില്ല ചായ. അവന്മാര് നമ്മളെ തോപ്പിച്ചോണ്ട് ഇവിടെ മാനവ മര്യാദയായിട്ട് കച്ചവടം നടത്തുന്ന എനിക്കൊന്ന് കാണണം. വാഴിക്കല ഞാൻ ഒരുത്തനെയും. എടാ കുട്ടപ്പായി, ബിസിനസ് രംഗത്ത് ഇതൊക്കെ പതിവാ. നീ വെറുതെ അവന്മാർക്കെതിരെ ഗുണ്ടായിസം കാണിക്കാനൊന്നും പോണ്ട. നിങ്ങൾ വിഷമിക്കണ്ട, അടുത്ത പ്രാവശ്യം നമുക്ക് തിരിച്ചു പിടിക്കാന്നേ. വേണ്ട, ഇനി ആ കച്ചവടം നമുക്ക് വേണ്ട. പണ്ട് അപ്പനായിട്ട് തുടങ്ങി വെച്ചൊരു ഏർപ്പാടായതുകൊണ്ട് ഞാനും അത് തുടർന്ന് നടത്തിയതേ ഉള്ളൂ. അത് ഇങ്ങനെ നിർത്താനായിരിക്കും ദൈവം തമ്പുരാന്റെ തീരുമാനം. എന്നേക്കുമായി നിർത്തിയേക്കാം. ഒരിക്കൽ തോറ്റ് പിൻവാങ്ങിയെടുത്തോട്ട് ഇനി അവറാച്ചനില്ല. അതെ, ശേഖരൻ തമ്പിയോ? ഇതെന്നാ പറ്റി ഇത്ര പെട്ടെന്നൊരു തുക ഇങ്ങനെ പിൻവലിക്കാൻ? പലിശ കൃത്യമായിട്ടൊക്കെ എത്തുന്നുണ്ടല്ലോ. ഓഹോ, അത്ര അത്യാവശ്യമാണെങ്കിൽ വന്നോളൂ. ഓക്കെ. എന്നതാണെന്ന് അറിയാൻ മേല. രാവിലെ മുതൽ വരുന്ന കസ്റ്റമേഴ്സ് എല്ലാം പണം വിഡ്രോ ചെയ്തുകൊണ്ട് പോവുക. ഇങ്ങനെ പോയാൽ കുറച്ച് ഫണ്ട് ഉടനെ റേസ് ചെയ്യേണ്ടി വരും. ഹലോ, എന്നാ സുധാര? എന്നാ ആര് പറഞ്ഞു? തേവക്കാട്ട് ഫൈനാൻസ് പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ആരെങ്കിലും വിശ്വസിക്കോ? ഛേ, ലേലം പിടിക്കാഞ്ഞത് കൈ പണമില്ലാഞ്ഞിട്ടൊന്നുമല്ല. ആ തുകയ്ക്ക് പിടിച്ചാൽ നഷ്ടം വരുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങ് വിട്ടുകൊടുക്കായിരുന്നു. ആ, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും പണം വിഡ്രോ ചെയ്യാം. വന്നോളൂ. എന്നതാടോ?
ഹലോ. അപ്പ ഇത് ഞാനാ. എന്നതാടാ? എന്നാ പറ്റിയേ? എന്നാ ചതിവ് പറ്റിയെന്ന് അറിയില്ല. ഡെപ്പോസിറ്റേഴ്സ് എല്ലാം പെട്ടെന്ന് വന്ന് പണം പിൻവലിക്കുക. ഇവിടുത്തെ ഫണ്ടെല്ലാം തീർന്നു. ഉടനെ കുറെ ക്യാഷ് റേസ് ചെയ്യണം. നീ വിഷമിക്കാതിരി, എല്ലാത്തിനും നമുക്കൊരു വഴിയുണ്ടാക്കാം. എന്നാ ഇത്? ആരും വെള്ളം വെക്കരുത്, എറിയരുത്, എറിയരുത്. പിടിച്ചു മാറ്റമല്ല നിർത്താനാ പറഞ്ഞത്. ബാങ്കിലുണ്ടായിരുന്ന പണം മുഴുവൻ കൊണ്ടുവന്നിട്ടുണ്ട്. സീ ഫുഡ്സിൽ ഉണ്ടായിരുന്ന മുഴുവൻ ക്യാഷും കൊണ്ടുവന്നിട്ടുണ്ട്. അവന്റെയൊക്കെ മോന്തയ്ക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കാൻ. വായിച്ചാ പിടിച്ച് മാറ്റണോ മാരെ അങ്ങോട്ട് അകത്ത് ഓഫീസിലിരിക്കുക. നിന്റെ ഒന്നും ഒരു ചില്ലി കാശും വേണ്ട തേവക്കാട്ടുകാർക്ക്. കേട്ടോടാ പുല്ലന്മാരെ. എന്നാ പിന്നെ ഞങ്ങൾ കാശ് കേടാ. എത്രയാടാ നിന്റെ നക്കാപ്പിച്ച കാശ്? പറയടാ. എത്രയാണെന്ന് അക്കൗണ്ട് നോക്കി അറിയാം. എവിടാ നിന്റെ പാസ്ബുക്ക്? കാണിക്കടാ. പാസ്ബുക്ക് ഇല്ല. അക്കൗണ്ട് നമ്പർ? അക്കൗണ്ട് നമ്പർ അത് എടപ്പന്ന വേണ്ട. വല്ലവന്റെയും വാക്ക് കേട്ട് ഇവിടെ അതിക്രമം കാണിച്ചാലുണ്ടല്ലോ ചവിട്ടി എല്ലോടിക്കും ഞാൻ. നിങ്ങൾ ആരും പേടിക്കണ്ട. തേവക്കാട്ടുകാര് ഇന്ന് വരെ ആരെയും ചതിച്ചതായ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. കാശ് കിട്ടാനുള്ളവരൊക്കെ മാന്യമായിട്ട് വന്ന് കാശ് വാങ്ങിച്ചോണ്ട് പോയിക്കോണം. കുരുവിളെ വിളിക്കണ. കഴിഞ്ഞത് കഴിഞ്ഞു. ഒരു നയാ പൈസ ഇല്ലാതെ പണം തിരിച്ചു കൊടുക്കുകയും ചെയ്തു. മറ്റുള്ളവരെ പോലെ അമിത പലിശ വാങ്ങി നാട്ടുകാരുടെ കഴുത്തറക്കാൻ നമ്മൾ തുടങ്ങിയ സ്ഥാപനമൊന്നും അല്ലല്ലോ ഇത്. ബാങ്ക് പലിശ നിരക്കിൽ ഒരു ധനസഹായം അത്രേ കരുതിയിട്ടുള്ളൂ. നാട്ടുകാർക്ക് അത് വേണ്ടെങ്കിൽ വേണ്ട, ഇതോടെ നിർത്തിയേക്കാം. 10-25 വർഷമായിട്ട് ഞാൻ നോക്കിയും കണ്ട് നടത്തിക്കൊണ്ട് പോന്നിരുന്നൊരു സ്ഥാപനമാണ്. അതിങ്ങനെ പെട്ടെന്നൊരു ദിവസം പൊട്ടുകയെന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ മേലപ്പ. ഇച്ചായൻ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ ആയാലും സമാധാനിക്കും. അതങ്ങ് പോട്ടെ, നമുക്ക് വേറെ എന്തെങ്കിലും തുടങ്ങാം. ഇച്ചായം വിഷമിക്കാതിരിക്കെ. ഓരോ ഡിപ്പോസിറ്റേഴ്സിന്റെ വീട്ടിലേക്കും ഫോൺ കോളുകൾ പോയിരുന്നു. കമ്പനി പൊളിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടുള്ള അനോണിമസ് കോളുകൾ. അപ്പൊ ഇത് ആരോ കരുതി കൂട്ടി ചെയ്ത ചതിയാണല്ലോ. ഒരു സംശയവും വേണ്ട. ഇതിന്റെ പിന്നിൽ വന്ന് ലേലം പിടിച്ചോമാര് തന്നെ. അവന്മാരുടെ ആൾക്കാരാ ബാങ്കിൽ വന്ന് കല്ലെറിഞ്ഞതും ബഹളം ഉണ്ടാക്കിയതും എല്ലാം. അതെ, അന്വേഷണത്തിനിടയ്ക്ക് അതെനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. പക്ഷേ നിയമപരമായി അവർക്കെതിരെ നമുക്കൊന്നും ചെയ്യാനൊക്കുകയല്ല. നിയമത്തിന്റെ സഹായമൊന്നും ആവശ്യമില്ല. ചതിയിലൂടെ എല്ലാം തച്ച് തകർത്തിട്ട് ഇച്ചായന്റെ ഈ കണ്ണുകൾ നിറപ്പിച്ചവന്മാരോട് മറുപടി പറയാൻ എനിക്കറിയാം. പോലീസിന്റെ നിയമം കൊണ്ട് അങ്ങോട്ട് വരാതിരുന്നാൽ മാത്രം മതി. കുട്ടപ്പായി, നീ വെറുതെ വഴക്കിലൊന്നും പോണ്ട. ഓ, എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇത്രയും സൽക്കർമ്മങ്ങൾ ചെയ്ത അവന്മാർക്ക് ഓരോ പൂച്ചണ്ടും പൂമാലയും കൊടുത്തേച്ചു വരാം. എന്റെ വക ഒരു റീത്തും. പുല്ലേ, അയ്യോ, തേവക്കാട്ട് തമ്പുരാക്കന്മാരെന്താ ഇവിടെ? ഫൈനാൻസ് കമ്പനി പൊളിഞ്ഞിട്ട് ഫണ്ട് പിരിവിന് ഇറങ്ങിയതാ? എടാ, നീ ലേലം പിടിച്ചപ്പോ അത് ബിസിനസ് രംഗത്തെ ഒരു മത്സരമാണെന്ന് കരുതി ക്ഷമിച്ചു. പക്ഷെ ഫിനാൻസ് കമ്പനി തകർക്കാൻ നീ കളിച്ച കളിയുണ്ടല്ലോ, അത് കണ്ടപ്പോ മനസ്സിലായി നീ ആണും പെണ്ണും കെട്ട ഒരു പരമ നാറിയാണെന്ന്. അതേടാ, ആണും പെണ്ണും കെട്ട കളി ഒരുപാട് കളിച്ചിട്ട് തന്നെ ഇവിടം വരെ എത്തിയത്. തേവക്കാട്ടുകാരെ കുത്തുപാള എടുപ്പിച്ച് തെണ്ടിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ നാറിയ കളികൾ കളിക്കാമോ അതൊക്കെ ഞാൻ ഇനി കളിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. നിന്ന് വാല് പഠിക്കാതെ പോടപ്പാ.
വേണ്ട, അവന്റെ ചോര തെറിച്ച കടപ്പന്നിയുടെ നാറ്റമായിരിക്കും. പിന്നെ ദിവസം 4 നേരം കുളിക്കേണ്ടി വരും. വിട്ടേരെ. കുത്തി വാരിയല്ലൊടിക്കാൻ തേവക്കാട്ട് ആമ്പിള്ളേരുണ്ടെന്ന് മനസ്സിലായില്ലടാ. ഇപ്പൊ നിന്റെ നെഞ്ചത്തും മോന്തയ്ക്കും ഒക്കെ തന്നത് നമ്മൾ തമ്മിലുള്ള കച്ചവടത്തിന്റെ ചെറിയൊരു അഡ്വാൻസ് മാത്ര. ഇനിയും നിന്റെ മറ്റേ കളി കളിച്ചാലുണ്ടല്ലോ, അഡ്വാൻസ് കഴിച്ച് ബാക്കിയെല്ലാം കൂടെ എടുത്തൊരു മലത്തേച്ച് നിന്റെ രസീത് കൈ തരും കേട്ടോ. കൊച്ചനെ, PK ഗ്രൂപ്പുകാർ ആരാണെന്ന് നീ അറിയാൻ പോതേ ഉള്ളൂ. വഴിയെ അറിയിച്ചോളാം ഞാൻ. ഹലോ, ആ ഉണ്ടല്ലോ. ആരാ സംസാരിക്കുന്നത്? ഞാൻ റാണിയുടെ കെമിസ്ട്രി പ്രൊഫസറാ. ആ കുട്ടിയെ ഫോണിലൊന്ന് കിട്ടുമോ? എന്താ സാർ, പ്രശ്നമല്ലോ? ഏയ്, പ്രശ്നമൊന്നുമില്ല. ആ കുട്ടിയുടെ സംശയം ചോദിച്ചിരുന്നു. ഞാനത് റെഫർ ചെയ്തിട്ട് വിളിച്ചു പറയാമെന്ന് പറഞ്ഞിരുന്നു. അവൾ എന്നാ സംശയം ചോദിച്ചേ? അത് പിന്നെ സൾഫ്യൂരിക് ആസിഡിന്റെ രാസനാമം എന്താന്ന്. എടി ബുദ്ധൂസെ, സൾഫ്യൂരിക് ആസിഡിന്റെ രാസനാമം നിനക്ക് അറിയത്തില്ലയോടി? അറിയാതെ പിന്നെ H2SO4. ആ ഓ ഡാ സൾഫ്യൂരിക് ആസിഡേ, നീ നേരിട്ടിങ്ങ് വന്നേച്ചാ മതി. ഒരു ജാറ സൾഫ്യൂരിക് ആസിഡ് മോന്തയ്ക്ക് ഒഴിച്ചു തരും. അപ്പൊ അറിയടാ നിനക്ക് അതിന്റെ രാസനാമം എന്നാന്ന്. അയ്യോ, കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേര് താമസിക്കുന്ന വീട്ടിലേക്ക് വിളിച്ച് ഒരുമാതിരി നമ്പർ ഇടാൻ നോക്കിയാലുണ്ടല്ലോ പന്ന. എന്നതാ കുട്ടൻസേ? ഏതോ ഒരുത്തൻ ശബ്ദം മാറ്റി നിന്റെ പ്രൊഫസറാണെന്ന് പറഞ്ഞ് സൾഫ്യൂരിക് ആസിഡിന്റെ രാസനാമം പറഞ്ഞു തരണം പോലും നിനക്ക്. ഓ, അത് കോളേജിൽ ഏതേലും തലതെറിച്ച പയ്യന്മാരായിരിക്കുന്നേ. ആണോ? എങ്കിൽ മോളിനി കുറച്ചു നേരത്തേക്ക് ഫോൺ എടുക്കണ്ട. ഇന്ന് ഞാൻ അവനെ നോച്ചു. എടാ പന്ന പുന്നാര മോനെ, നിന്റെ തന്തയുടെ മറ്റേ എന്തൊക്കെ വൃത്തിയായി പറയുന്നേ? അയ്യോ, നീയായിരുന്നോ? സോറിടാ, ആള് മാറിപ്പോയതാ. ആരോടായാലും ഈ ഭാഷയിലാണ് സംസാരിക്കുന്നേ. ഇത്തരം വികട സരസ്വതി വിളമ്പുന്നവരെ കാണുന്നതിന് ദേഷ്യം എനിക്ക്. പിണങ്ങാതടി മോളെ. എന്നതാ വേണമെങ്കിൽ നേരിട്ട് വന്നൊരു സോറി തരാം. പോരായോ? വേണ്ട വേണ്ട, ഇനി എന്നെ കാണാൻ സംസാരിക്കൊന്നും വേണ്ട. ഓ, ഒരു കെമിസ്ട്രി പ്രൊഫസറും അവന്റെ ഒടുക്കത്തെ രാസനാമോ. ഓ, പിള്ളേരെ കറണ്ട് പോകാൻ സമയമായി, തിരികെ എത്തിച്ചോളൂ. ചേച്ചി, ആ തിരിങ്ങെടുത്തേ. വരുന്നു. വേഗം, സമയായി. ഓ, കൃത്യം. എടുത്താതെ കൊണ്ട് വെക്ക് പിള്ളേരെ. ഇത് ഞാനാ കുട്ടപ്പായി, നോക്ക്. ഒന്നുമില്ല, മൊന്ത താഴെ വീണതാ. എന്നതാ ചേച്ചി? നാശം, ഒരു പൂച്ച എടുത്ത് ചാടിയതാ. ഒരു കള്ളപ്പൂച്ച ഇറങ്ങി നടപ്പുണ്ട്. കയ്യെ കിട്ടി അതിനെ തല്ലി കാലൊടിക്കണം. അത് ശരിയാ, അങ്ങനെ തന്നെ ചെയ്യണം. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? കറണ്ട് വരട്ടെ ചേച്ചി. കറണ്ട് ഒക്കെ വന്നോളൂ, പോയി പഠിക്കാൻ നോക്ക്. ചെല്ലേ. നടുറോഡിൽ വണ്ടി ഇട്ട് കളിക്കുന്നോടാ, എടുത്ത് മാറ്റടാ പുല്ലേ. സാറേ, ബ്രേക്ക് ജാമായതാ. വണ്ടി റിവേഴ്സ് എടുത്ത് മാറ്റടാ. നിന്നോടാ പറഞ്ഞ വണ്ടി എടുത്ത് മാറ്റിയിടാ. സാറേ, നാശം പിടിക്കാൻ ഒന്ന് ഇറങ്ങി വന്ന് തള്ളടോ. വാടോ. അവിടേക്ക് വാ. ആ ലോറിക്കാരനെ പൊക്കെ എടുത്ത് ജീപ്പിക്കറ്റ്. നോ എക്സ്പ്ലനേഷൻസ്. സർ,
വളരെ വിവാദമായ രാഷ്ട്രീയ കേസിലെ പ്രതിയാണ് നിങ്ങളുടെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. സർ, കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്ന വഴി വളരെ അപ്രതീക്ഷിതമായി. നിങ്ങൾ എന്ത് വിശദീകരണം നൽകിയിട്ട് ഒരു കാര്യമില്ല. ഉടനെ തുറപ്പൻ ജോസിനെ എവിടെ നിങ്ങൾ തപ്പിയെടുത്തില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കേണ്ടി വരും. സർ, യു ക്യാൻ ഗോ നൗ. അതെ, തേവക്കാട്ടുന്ന് പറഞ്ഞാൽ മതി, മിനിസ്റ്റർക്ക് മനസ്സിലാവും. ആ മിനിസ്റ്ററാണോ? ഇത് തേവക്കാട്ട് കുരുവിളയാ. ഞാൻ അപ്പുറം കൊടുക്കാം. എന്നതാണോ ഇപ്പൊ ഈ വഴിയൊന്നും കാണുന്നില്ലല്ലോ? എന്റെ അവറാച്ചായ പരിഭവം ഒന്നും തോന്നരുത്. അറിയാമല്ലോ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ. ഞാൻ വിളിച്ചത് നമ്മുടെ പോളിന്റെ കാര്യം പറയാനാ. അവന്റെ കയ്യിൽ നിന്നാണല്ലോ മറ്റേ പ്രതി ചാടിപ്പോയത്. അതിന്റെ പേരിൽ ചെറുക്കനൊരു തട്ടുകേടുണ്ടാകാതെ താൻ നോക്കിക്കോണം. പ്രതിയെ എങ്ങനെയെങ്കിലും പിടിക്കാതെ ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഞാൻ കാണുന്നില്ല. എന്നാപ്പാ? ചാടിപ്പോയവനെ പിടിക്കാതെ ഒരു പരിഹാരം ഇല്ലെന്നാ മിനിസ്റ്റർ പറയുന്നേ. ഒന്നിനു പുറകെ ഒന്നായിട്ടാകെ പ്രശ്നങ്ങളാണല്ലോ ഇവിടെ. ഇനിയിപ്പോ എന്നാ ചെയ്യും? മണിക്കൂർ വെച്ച് സ്റ്റേറ്റ് വിടുന്ന എന്നെ തൊരപ്പൻ. പോളച്ചൻ ഇവിടെ കിടന്ന് ജീപ്പ് ഓടിച്ചോണ്ട് ഒരു കാര്യമില്ല. തൊരപ്പൻ എവിടെയാണെന്ന് അറിയണേല് ഇനി ഒറ്റ മാർഗേ ഉള്ളൂ. എന്നതാടാ? കീരിയെ പിടിക്കണം.